ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പ്രവാസി ASIയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മലപ്പുറം എടവണ്ണ കൊളപ്പാടൻ മുഹമ്മദ് നിസാം, കോഴിക്കോട് കൊടുവള്ളി അഗായിൽ അബ്ദുൽ മനാഫ് എന്നിവരാണ് പിടിയിലായത്. കുറ്റകൃത്യം ഏകോപിപ്പിക്കുകയും ഇതിനുശേഷം ഒളിവിൽ പോകാൻ സഹായം നൽകിയെന്നുമാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ്. കുറ്റകൃത്യം ഏകോപിപ്പിച്ചത് നിസാമാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് മനാഫ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും മുഖ്യ സൂത്രധാരനും ഉൾപ്പെടെ നേരത്തെ പിടിയിലായിരുന്നു. 70 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യമിട്ടുള്ള കൊട്ടേഷനാണിതെന്ന് പോലീസ് കണ്ടെത്തി. പരാതിക്കാരൻ്റെ അടുത്ത ബന്ധുവാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. മലപ്പുറം പൂങ്ങോട് സ്വദേശിയായ ഇയാൾക്ക് 65 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കോടതി ജാമ്യം അനുവദിച്ചു. ഇയാൾ വിദേശത്ത് കഴിയുന്ന ചിലർക്കാണ് കൊട്ടേഷൻ നൽകിയതെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് നിസാം നാട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. 2025 ഡിസംബർ 6-നാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബര കാർ പിന്തുടർന്ന സംഘം തിരുമറ്റക്കോട് നിന്നാണ് ആക്രമിച്ചത്. തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രി കോതകുറിശ്ശിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. ഇവർ മദ്യലഹരിയിൽ ഉറങ്ങിയ ഘട്ടത്തിൽ രക്ഷപ്പെട്ടു പുറത്തെത്തിയ മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം ഇവിടെ ചികിത്സയിലായിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.